ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളും വർത്തമാനങ്ങളും? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ബഷീറാണ് റിച്ചസ് കിച്ചണിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നൽകുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു ചിക്കന് അറബിക്ക് പെരട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അറബിക്ക് മസാല ഉപയോഗിച്ചിട്ട് ഒരു ചിക്കൻ്റെ പെരട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. വളരെ കുറഞ്ഞൊരു ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നല്ലൊരു വെറൈറ്റി നല്ല ടേസ്റ്റി ഉള്ളൊരു മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച ചിക്കന്, 2 തക്കാളി. ഇത് നമ്മളെ തോട്ടത്തിൽ നിന്ന് പറിച്ച തക്കാളി കേട്ടോ. ഫ്രഷ് തക്കാളി നിന്ന് പറിച്ച് കൊണ്ടുവന്ന് ഞാൻ ഉണ്ടാക്കിയ തക്കാളി ഉണ്ടാവും, ഉണ്ടാക്കിയ തോട്ടത്തിൽ നിന്ന് പറിച്ച തക്കാളി. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതാ ചെറുതാക്കി അരിഞ്ഞത്, സോള, പിന്നെ മസാലപ്പൊടികൾ, അറബിക്ക് മസാല, മഞ്ഞപ്പൊടി, പെപ്പർ, കാശ്മീരി ചില്ലി, ധനിയ പൗഡർ, പിന്നെ ഗരം മസാല, പെപ്പർ, പിന്നെ ബേ ലീഫ്, വലിയ ജീരകം, പിന്നെ എണ്ണ. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഈ കടായിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് കടായി ഒന്ന് ചൂടാക്കാം. അപ്പം നമ്മൾ കടായിൽ എണ്ണ ഒഴിച്ചത്, എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ നമ്മൾ ഗരം മസാല എല്ലാം കൊണ്ടൊന്ന് ചൂടാക്കി എടുക്കാം. ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവെള്ളം ചെറുതാക്കി അരിഞ്ഞത് അത് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി ചോപ്പിച്ചെടുക്കാൻ മതി. ഇത് നല്ലോണം കൊണ്ട് ഫ്രൈ ആയി വരുന്നവരുണ്ടല്ലോ, നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വരും. ആ സ്മെല്ല് വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ആദ്യം. ഇപ്പോൾ കണ്ടതാ ഇഞ്ചി പച്ചവെള്ളം വെളുത്തുള്ളിയൊക്കെ നല്ല സാറായിട്ട് ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെടുത്ത് വെച്ചാൽ ഉള്ളിയിലിട്ടിട്ട് ഇന്ന് ഒരു ഹാഫ് ഫ്രൈ ആക്കി എടുക്കാം മതി, ഫുള്ള് ഫ്രൈ ആക്കണ്ട. അപ്പോൾ നമുക്കിതൊന്ന് ഒരു ഹാഫ് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കനും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഹാഫ് ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ കണ്ടത് നമ്മളെ ഉള്ളി ഒരു പകുതിയിലധികം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഈ ചിക്കന് ആഡ് ചെയ്തെടുക്കാം. അത് ചിക്കനിലിട്ടിട്ട് ചിക്കനൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ല കണ്ടീഷൻ ആക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടണം ചിക്കന്. ഈ ചിക്കൻ്റെ ഈ പച്ച കളറൊന്ന് മാറിയിട്ട് ഒരു ബ്രൗൺ കളർ ഇങ്ങോട്ടായി വരും. ബ്രൗൺ അല്ല, ഒരു ബ്രൗൺ കളർ ഇങ്ങോട്ടായി വരും. അതുവരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മളെ ചിക്കൻ ഇതാ കണ്ടോ, കളറ് മാറി വന്നേ കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ എടുത്തു വെച്ച മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ തക്കാളിയോ ടൊമാറ്റോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ചെറിയ തീയിൽ ഒരു തുള്ളി വെള്ളം നമ്മളിൽ ഒഴിക്കുന്നില്ല, വെള്ളം ഒഴിക്കാണ്ട് ചെറിയ തീയാക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ആക്കി എടുക്കാം നല്ലോണം. ഇപ്പം നമ്മൾ അറേബ്യൻ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. അതിലേക്കുള്ള ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ചെറിയ ഉള്ളി, കടുക്, ചെറിയ ജീരകം, കറിവേപ്പില, കുറച്ച് മല്ലിയില. ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതായത് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഇതിൽ കട്ട് ചെയ്തിട്ട് മല്ലിച്ചപ്പ് ഇതുകൂടി ഇടണം. അപ്പോൾ നമ്മൾ പെരട്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി. അപ്പോൾ നമ്മൾ അറബിക്ക് ചിക്കൻ പെരട്ട് മസാലയും ചപ്പാത്തിയും നല്ല കോമ്പിനേഷൻ ഒരു ഫുഡാണ്. ഇന്ന് രാത്രിയൊക്കെ ഉണ്ടാക്കിയതാണ്. നല്ല വെറൈറ്റിയാണ്, നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇതുണ്ടോ ഇതിൻ്റെ ഗ്രേവി എന്ന് പറഞ്ഞാൽ നല്ല തിക്ക് ഗ്രേവി, വെള്ളം ഒഴിക്കാണ്ട് ഉണ്ടാക്കിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇതാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ കറിവേപ്പിലയും മല്ലിയിലയും ചെറിയുള്ളി എല്ലാം കൂടി ഇട്ട് വറവും കൂടി കൊടുത്ത് വെക്കുന്ന നേരം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ്. ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കി വെക്കിയതിന് ശേഷം ഉണ്ടാക്കിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. റിച്ചസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബർ അടിക്കുക, തൊട്ടടുത്ത ബെല്ലൈക്കണൊന്ന് അമർത്തി കൊടുക്കട്ടോ, മറക്കരുതേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ഗുഡ് ബൈ, സുഖനിദ്ര, ശുഭരാത്രി. അപ്പം വീണ്ടും കാണാം.